ചെന്നൈക്ക് എങ്ങനെ ചിക്കൻ 65 അതുപോലെ തന്നെയാണ് ഹൈദരാബാദിലേക്ക് ഈ മജസ്റ്റിക് ചിക്കൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോൾഡ് ആൻഡ് ഫ്ലേവർഫുൾ മജസ്റ്റിക് ചിക്കൻ. ഈ റെസിപ്പി ഉണ്ടാക്കാനായി നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തിക്കായിട്ടുള്ള തൈര്, സോൾട്ട്, പെപ്പർ, ശകലം മഞ്ഞൾപ്പൊടി, ഒരു 30 to 45 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആ സമയത്ത് ചിക്കൻ നല്ല ടെൻഡറായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ എക്സസ് ആയിട്ടുള്ള തൈരൊക്കെ മാറ്റിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ശകലം ഓയിൽ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ശകലം ബീറ്റ് ചെയ്ത എഗ്ഗ് ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. നമുക്കിത് ഒത്തിരി ക്രിസ്പാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെൽഡനായി കിട്ടിയാൽ മതി. നമ്മൾ ചിക്കൻ കുക്ക് ആയതുകൊണ്ട് നമുക്ക് എടുത്ത് സ്റ്റെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. വേറെ ഒരു പാനിനകത്ത് ഓലിവ് ഓയിലോ നിങ്ങളുടെ പ്രിഫേർഡ് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലീസ്, പിന്നെ കറി ലീഫ് ഇതെല്ലാം ഇട്ട് സോട്ടേ ചെയ്തിട്ട് നമുക്കിത് സീസൺ ചെയ്യാൻ വേണ്ടി ശകലം സോൾട്ട്, ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പിന്നെ ശകലം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ പച്ച സ്മെൽ പോയതിനു ശേഷം ശകലം വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാം നമുക്കിത്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കേടും ഒഴിക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഡാർക്ക് സോയ സോസാണ്, ലൈറ്റ് സോയ സോസ് അല്ല, ഡാർക്ക് സോയ സോസ്. നന്നായിട്ട് കളർ കിട്ടും ഡാർക്ക് സോയ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്ട്രിപ്സ് നന്നായിട്ട് സോഡ ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മളുടെ മജസ്റ്റിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണി കൂട്ടത്തിലൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. And always remember this, everybody can cook and everybody has to cook.